ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രത്നേഷ്. ടീമുകളുടെ കാര്യക്ഷമത, സഹകരണം ഇതൊക്കെ ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? സിനർജി ഇല്ലാത്തതോ മത്സരാധിഷ്ഠിതമോ അല്ലെങ്കിൽ വെറുമൊരു ഇടപാടിനോ വേണ്ടിയുള്ള ബന്ധങ്ങൾ മാത്രമാകുമ്പോൾ ബിസിനസ് ടീമുകളിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ വ്യക്തിബന്ധങ്ങളൊക്കെ പരിപൂർണതയിലെത്തുന്നില്ല. ഒരുമിച്ച് ഒന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം ഒറ്റയ്ക്ക് തനിയെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലത്തേക്കാൾ എത്രയോ വലുതാണ് എന്ന ചിന്ത കൈവരിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, പരസ്പരം മനസ്സിലാക്കാൻ കഴിവില്ലായ്മയാണ്. മിക്ക ആളുകളും മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് മറ്റുള്ളവരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇത് കാരണം ജീവനക്കാർ തമ്മിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെ പരിഹാരം നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. രണ്ടാമത്, വിശ്വാസ്യതയില്ലായ്മ. ഒരു ഫലപ്രദമായ ടീമിൻ്റെ അടിസ്ഥാനം വിശ്വാസ്യതയാണ്. വൈകാരികമായ ആരോഗ്യമില്ലായ്മ ബന്ധങ്ങളെ വഷളാക്കുന്നു. ഇത് സഹായിക്കാനുള്ള മനസ്സ് എന്നതിന് പകരം ജയിക്കുക, തോൽക്കുക എന്ന ചിന്താഗതിയിലേക്ക് പോകുന്നു. മൂന്നാമത്, മിക്ക ആളുകളും അവരുടെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. മിക്ക ആളുകളും മറ്റുള്ളവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ഭീഷണിയായോ തെറ്റായോ കാണുന്നു. മിക്ക ആളുകളും ലോകത്തെ കാണുന്നത് ലോകം എങ്ങനെയാണോ അതുപോലെയല്ല, ആളുകൾ എങ്ങനെയാണോ അതുപോലെയാണ് ലോകത്തെ കാണുന്നത്. ഇത് വഴികളും അവസരങ്ങളും തടസ്സപ്പെടുത്തുന്നതെന്ന് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക? പൊതുവിജയം ഉറപ്പാക്കുന്ന ശീലങ്ങൾ നടപ്പിലാക്കുക. അത് വിശ്വാസ്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. അതിന് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്നാമതായി, വിൻ വിൻ എന്ന ചിന്താഗതി പ്രാവർത്തികമാക്കുക, പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്, ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, പിന്നെ മനസ്സിലാക്കപ്പെടാൻ ശ്രമിക്കുക എന്നതാണ്. മൂന്നാമത്, സിനർജൈസ് ചെയ്യുക എന്നതാണ്.